ബൽറാം, ഇന്ത്യൻ തിരിച്ചടി പാകിസ്ഥാനിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വന്നിരുന്നു. അതിലൊരു സ്ഥിരീകരണമൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അവിടെ റാവൽപിണ്ടിയിൽ നൂർ ഖാൻ എന്നൊരു സൈനിക താവളത്തിന് നേരെ, പാകിസ്ഥാന്റെ സൈനിക ബേസിന് നേരെയൊക്കെയുള്ള ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് അതിർത്തിയിൽ നിന്നും? പ്രജിൻ, പാകിസ്ഥാന് കനത്ത തിരിച്ചടി തന്നെ നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രകോപനം ഉണ്ടാക്കുന്നത് പാകിസ്ഥാനാണെങ്കിലും അതിനുള്ള മറുപടി, ചുട്ട മറുപടി നൽകുന്നത് ഇന്ത്യയാണ്. അത് പാകിസ്ഥാന് കൃത്യമായി തന്നെ പരിക്കേൽക്കുന്നുമുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന്റെ 3 സൈനിക താവളങ്ങളിൽ ശക്തമായ ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഗുരുതരമായ കേടുപാടുകൾ ഉൾപ്പെടെ സംഭവിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളിൽ എന്നുള്ളതുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഒപ്പം തന്നെ വ്യക്തികളും പങ്കുവച്ച ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഈ കാര്യം എന്നാൽ പാകിസ്ഥാൻ ഔദ്യോഗികമായി ആ ഘട്ടത്തിലും പ്രകോപനപരമായ പരാമർശങ്ങൾ പലപ്പോഴും പാകിസ്ഥാന്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും തുടരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും സൈനികമായി പാകിസ്ഥാൻ നടത്തിയ എല്ലാ നടപടികൾക്കും അതിലേറെ തിരിച്ചടി, കനത്ത തിരിച്ചടി അതിർത്തിയിലും ഒപ്പം തന്നെ പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിലും ഉണ്ടായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതേസമയം ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിലേക്കുള്ള ആക്രമണം പാകിസ്ഥാൻ തുടരുകയാണ്. ഉച്ചയോടെയും വീണ്ടും ഷെല്ലാക്രമണം ഇന്ത്യയിലെ അതിർത്തി ഗ്രാമം കുപ്വാര, കാശ്മീരിലെ കുപ്വാര ഒപ്പം തന്നെ ഉറി മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയിൽ ഒന്നും തന്നെ ജനങ്ങൾ അവശേഷിക്കുന്നില്ല. കാര്യമായി ഓരോ വീടുകളിലും ഒന്നോ രണ്ടോ പേർ എന്ന നിലയിൽ മാത്രമാണ് പല വീടുകളിലും ഉള്ളത്. ചില വീടുകൾ പാടെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഗ്രാമങ്ങൾ മുഴുവനായും. എങ്കിൽ പോലും വലിയ നാശനഷ്ടം, സ്വത്ത് നഷ്ടം ഉണ്ടാക്കാൻ പാകിസ്ഥാന്റെ ഈ ആക്രമണങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതിർത്തിയിലെ കാഴ്ചകൾ എന്നുള്ളത് അത് കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ്. അത് ഉറിയിലായാലും കുപ്വാരയിലായാലും ബാരാമുള്ളയിലായാലും എല്ലാം തന്നെ ഇത്തരം ഗ്രാമങ്ങൾ മുഴുവനായും തകർന്ന വീടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു അവസ്ഥ ഉണ്ട്. മുഴുവനായും ആളുകളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞത്, ആൾനാശം ഒഴിവാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ ശ്രീനഗറിലേക്ക് ഇന്ന് പാകിസ്ഥാന്റെ ആക്രമണ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്നുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ശ്രീനഗറിലെ ജനങ്ങൾ ഏറെ പരിഭ്രാന്തിയിലായിരുന്നു. സ്ഫോടന ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കുന്ന സാഹചര്യം. അപായ സൈറനുകൾ ഇന്ന് ഏതാണ്ട് 5 തവണയോളം ശ്രീനഗറിൽ പലയിടത്തായി മുഴങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ജനങ്ങളിൽ നേരിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അപായ സൈറനോ അല്ലെങ്കിൽ ആകാശത്ത് സ്ഫോടന ശബ്ദമോ കേൾക്കുമ്പോൾ യാതൊരു പോറലും ഏറ്റിട്ടില്ല ഇവിടെ എവിടെയും എന്നുള്ളത് ആണ് പിന്നീട് കാണാൻ കഴിഞ്ഞ കാഴ്ചകൾ. ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയം കൃത്യമായി തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം കുറ്റമറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഒരു ശ്രമവും വിജയിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു. അത് ഇന്ന് രാവിലെ ഇന്ത്യൻ പോർവിമാനത്തോടെ ഏറ്റുമുട്ടാനെത്തിയ പാക് പോർവിമാനമായാലും പാകിസ്ഥാനിൽ നിന്നെത്തിയ ഷെല്ലുകളായാലും ഒപ്പം തന്നെ ഡ്രോണുകളായാലും ശ്രീനഗർ വിമാനത്താവളം അടക്കം ലക്ഷ്യം വെച്ചെത്തിയ ആയുധങ്ങൾ എല്ലാം തന്നെ പാകിസ്ഥാന്റെ ഇന്ന് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് ശ്രീനഗറിൽ നിന്നും കണ്ടത്. ഒപ്പം തന്നെ പാക് വിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ ഇജക്ടറിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ ശ്രീനഗറിൻ്റെ പുറത്തുള്ള ജനവാസ മേഖലയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കനത്ത നാശം പാക് സൈന്യത്തിന് സംഭവിച്ചിരിക്കുന്നു. അതിർത്തികളിൽ ഉണ്ടാകുന്ന പ്രകോപനത്തിന് ഇന്ത്യ കൃത്യമായി തന്നെ ആർട്ടിലറി ഗണ്ണുകൾ ഉപയോഗിച്ച പാക് പോസ്റ്റുകൾക്ക് നേരെ മറുപടി നൽകിയിട്ടുണ്ട്. അതിൽ വലിയ ആൾനാശം പാകിസ്ഥാന് സംഭവിച്ചിട്ടുണ്ട്, പാക് സൈന്യത്തിന് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൃത്യമായി തന്നെ പാകിസ്ഥാന്റെ പല പോസ്റ്റുകളും തകർക്കാൻ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൂടെയാണ് പലപ്പോഴും പാകിസ്ഥാൻ താൽക്കാലികമായെങ്കിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്നും പിന്മാറുന്ന സാഹചര്യമുണ്ടായത്. എങ്കിൽ പോലും പകൽ പോലും വീടുകൾക്ക് നേരെ, ജനവാസ മേഖലകൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണം ഇന്ന് നടന്നു. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പോയ ഉറി, കുപ്വാര മേഖലകളിലടക്കം ഇന്ന് പോകാൻ അനുമതി നൽകിയിരുന്നില്ല. കൂടാതെ ആക്രമണ സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ പുറമേ നിന്നുള്ള ആളുകൾക്ക് പ്രവേശനം ഇന്ന് പാടെ വിലക്കിയിരുന്നു ആ മേഖലയിൽ. എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാന്റെ ഒരു ഷെൽ വന്ന് പതിക്കാവുന്ന സാഹചര്യം ഈ മേഖലകളിൽ നിലനിൽക്കുന്നു. യാതൊരു തരത്തിലുള്ള യുദ്ധനീതിയോ പുലർത്താത്ത ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സൈന്യമാണ് പാകിസ്ഥാൻ്റേത് എന്ന് തെളിയിച്ച മണിക്കൂറുകളാണ് കടന്നുപോയത്.
അതുകൊണ്ട് തന്നെയാണ് അതീവ ജാഗ്രത സൈന്യം ഈ മേഖലകളിലൊക്കെ പുലർത്തുന്നുണ്ട്. BSF അടക്കമുള്ള വിഭാഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് അതിർത്തി മേഖലകളിൽ കൂടുതലായിക്കൊണ്ട്. ഇതോടൊപ്പം തന്നെ സിവിൽ വളണ്ടിയർമാർ വളരെ ശ്രമകരമായ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പല വീടുകളിലും പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ട പ്രായമായ ആളുകൾ കഴിയുന്ന സാഹചര്യമുണ്ട്. കന്നുകാലികളെയും മറ്റും നോക്കുന്നതിനും മറ്റുമായി അവർക്ക് ആവശ്യമായ സഹായം എത്തിക്കുക, പരിക്കേറ്റവർക്ക് ചികിത്സ എത്തിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗ്രാമങ്ങളിൽ ഈ ജമ്മു കശ്മീരിലെ സിവിൽ വളണ്ടിയർമാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അതീവ ജാഗ്രത പുലർത്തുന്നു അതിർത്തിയിൽ. കൂടാതെ ജമ്മു കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ശ്രീനഗറിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് അടച്ച ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. ആശങ്കയെ തുടർന്നും മറ്റുമായി അവർക്ക് ആവശ്യമായ ഹെൽപ്പ് ലൈൻ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. അതിനായി കൃത്യമായ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ അടക്കമുള്ളവ ക്രമീകരിച്ച് ഉള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് ജമ്മു കശ്മീർ സർക്കാർ. ഇത് കൂടാതെ അവർക്ക് നിലവിലുള്ള ഹോസ്റ്റലുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ തന്നെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കും എന്നുള്ള ഉറപ്പും അധികൃതരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഭൂരിഭാഗം പേരും മടങ്ങാൻ തയ്യാറായിരിക്കുന്നു. അവർക്ക് ആവശ്യമായ യാത്രാ സൗകര്യം അടക്കമുള്ളവ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും ജമ്മു കശ്മീർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്.